സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഹൈക്കമാൻഡിനെയും സംസ്ഥാന നേതൃത്വത്തെയും ഒരു പകൽ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ കെ സുധാകരൻ ഒടുവിൽ അനുനയത്തിന് വഴങ്ങിയത് നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ചു. മത്സരിക്കാനില്ല, കോൺഗ്രസുകാരനായി തുടരും എന്ന സുധാകരന്റെ പ്രഖ്യാപനം നേതൃത്വത്തിന് താൽക്കാലിക ആശ്വാസം പകരുന്നതാണെങ്കിലും തെരഞ്ഞെടുപ്പ് ഗോധയിൽ ഇതിന്റെ പ്രതിഫലനം എന്താകുമെന്ന ആശങ്ക ഒഴിയുന്നില്ല. മുതിർന്ന നേതാവ് എ.കെ. ആന്റണി നേരിട്ട് നടത്തിയ ഇടപെടലാണ് സുധാകരനെ പിന്തിരിപ്പിച്ചത്. പക്ഷേ സുധാകരൻ ഏത് നിമിഷവും കടുത്ത നിലപാടുകളിലേക്ക് പോകുമെന്ന വിലയിരുത്തലും സജീവമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സുധാകരനെ കോൺഗ്രസ് പരമാവധി പ്രകോപിപ്പിക്കാതെ നോക്കും. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുതെന്ന ആന്റണിയുടെ അഭ്യർത്ഥനയ്ക്ക് മുന്നിൽ കണ്ണൂരിലെ കരുത്തൻ ആയുധം താഴെ വയ്ക്കുകയായിരുന്നു. എങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് അനുകൂലമല്ലെങ്കിൽ സുധാകരൻ വീണ്ടും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. നിലവിൽ കാറും കോളും ഒഴിഞ്ഞെങ്കിലും കണ്ണൂർ ജില്ലയിലെ പോരാട്ടങ്ങളിൽ സുധാകരന്റെ നിലപാട് നിർണായകമാകും. പ്രത്യേകിച്ച് പേരാവൂർ മണ്ഡലത്തിൽ സിറ്റിംഗ് എം.എൽ.എ. സണ്ണി ജോസഫ് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. CPM-ന്റെ കരുത്തയായ സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരെയാണ് സണ്ണി ജോസഫിന്റെ പോരാട്ടം. ഈ ഘട്ടത്തിൽ സുധാകരൻ സജീവമായി രംഗത്തിറങ്ങിയില്ലെങ്കിൽ പേരാവൂരിൽ UDF-ന് കാര്യങ്ങൾ കൈവിട്ടു പോകും. സുധാകരൻ ഇഫക്റ്റ് വോട്ടായി മാറിയില്ലെങ്കിൽ പേരാവൂരിൽ അട്ടിമറി സംഭവിക്കുമെന്ന ഭീതി പ്രാദേശിക നേതൃത്വത്തിനുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ ടി.ഒ. മോഹന് വേണ്ടി സുധാകരൻ വോട്ട് ചോദിക്കാൻ ഇറങ്ങുമോ എന്നതാണ് ഉയരുന്ന മറ്റൊരു പ്രധാന ചോദ്യം. സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ അമർഷമുള്ള സുധാകരൻ നിസ്സംഗത പാലിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലാകെ കോൺഗ്രസിന് തിരിച്ചടിയാകും. MP സ്ഥാനം രാജിവെച്ച് MLA ആകാനുള്ള മോഹം വ്യാമോഹമായി ചിത്രീകരിക്കപ്പെടുമോ എന്ന ഭയവും വിമതനായി ഇറങ്ങിയാൽ അണികൾ എത്രത്തോളം ഒപ്പമുണ്ടാകുമെന്ന സംശയവുമാണ് സുധാകരനെ പിന്നോട്ട് വലിച്ചതെന്നാണ് സൂചന. VD സതീശൻ അടക്കമുള്ള നേതാക്കൾ കർക്കശ നിലപാട് സ്വീകരിച്ചപ്പോൾ ആന്റണിയുടെ വാക്കുകൾ മാത്രമാണ് സുധാകരന് പിൻവാങ്ങാനുള്ള മാന്യമായ വഴി തുറന്നുകൊടുത്തത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തി പ്രകടിപ്പിക്കാൻ സുധാകരൻ കാത്തിരിക്കുകയാണെന്ന സൂചനകൾ അണികൾക്കിടയിൽ സജീവമാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഡൽഹിയിൽ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും നാടകീയ നീക്കങ്ങൾക്കും ഒടുവിൽ സുധാകരൻ കണ്ണൂരിൽ മടങ്ങിയെത്തി. കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങിയ സുധാകരനെ റിജുൽ മാക്കൂറ്റി, മുഹമ്മദ് ഷമാസ് തുടങ്ങിയ യുവ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സ്വീകരിച്ചു. എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. താൻ അതീവ ക്ഷീണിതനാണെന്നും ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നും വ്യക്തമാക്കിയ സുധാകരൻ വേഗത്തിൽ മടങ്ങുകയായിരുന്നു. ഡൽഹിയിൽ തങ്ങി ഹൈക്കമാൻഡിനെ മുൾമുനയിൽ നിർത്തിയുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊടുവിൽ മത്സര രംഗത്തുനിന്ന് പിന്മാറാൻ നിർബന്ധിതനായതിന്റെ നീരസം സുധാകരന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. അതേസമയം കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ടി.ഒ. മോഹനൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. സുധാകരൻ തന്റെയും നേതാവാണെന്നും അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നതോടെ മണ്ഡലം കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്നും മോഹനൻ പറഞ്ഞു.